ദുഃഖ് എന്ന കഹാനിയിലെ കഥാപാത്രമായ ദിലീപ് എഴുതിയേക്കാവുന്ന ഒരു ഡയറിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ചോദ്യം: മിट्टी के तेल की डिबरी के प्रकाश में देखा वो दृश्य उनकी आंखों के सामने से न हटता था. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ട ആ ഒരു കാഴ്ച അവൻ്റെ മനസ്സിൽ നിന്നും പോകുമായിരുന്നില്ല. ഉസ് ദിൻ കി ദിലീപ് കി ഡയറി ലിഖേം. ആ ദിവസത്തെ ദിലീപിൻ്റെ ഡയറി എഴുതുക എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം എന്താണ് ആ കാഴ്ച, എന്താണ് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ദിലീപ് കണ്ട കാഴ്ച എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയറിയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഡയറി എഴുതുമ്പോൾ വലതുവശത്ത് ഡേറ്റും ദിവസമൊക്കെ എഴുതണം. ഇവിടെ ശനിവാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ശനിയാഴ്ചയാണ്. അതുപോലെ മംഗൾവാർ, സോമവാർ, രവിവാർ ഏത് ദിവസവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഉസ് രാത് കാ ദൃശ്യ കഭി ഭൂൽ നഹി സക്ത. ആ രാത്രിയിലെ ദൃശ്യം ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. വഹി ചോട്ടെ ബാലക് നെ മുझे दुनिया के असली दुख से परिचय कराया था. വഹി ചോട്ടെ ബാലകിനെ, ആ ചെറിയ കുട്ടിയാണ് വഹി ചോട്ടെ ബാലക്, അതേ ചെറിയ കുട്ടിയാണ് മുझे ദുനിയാ കെ അസലി ദുഃഖ് സേ, എന്നെ ഈ ലോകത്തിലെ യഥാർത്ഥ ദുഃഖത്തെ, അസലി ദുഃഖ് എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥ ദുഃഖത്തെ പരിചയ കരായ ഥാ, പരിചയപ്പെടുത്തിയത്. രാത് കോ മേ സടക് പർ ആകെ ബഡ് രഹാ ഥാ. രാത് കോ രാത്രിയിൽ, മേം സടക് പർ ഞാൻ റോഡിലൂടെ, ആകെ ബഡ് രഹാ ഥാ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയ ആ ഒരു വിഷമം എന്ത് ചെയ്യാൻ, മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നത് അല്ലേ. അച്ചാനക് മേരി നസർ വൃക്ഷ की छाया में बैठकर गोमचे बेचने वाले एक छोटे बालक पर पड़ी. അച്ചാനക് പെട്ടെന്ന്, മേരി നസർ എൻ്റെ നോട്ടം, എൻ്റെ ദൃഷ്ടി, വൃക്ഷി ഛായാമേ ബൈട്ടുകർ മരത്തിൻ്റെ നിഴലിൽ ഇരുന്നു കൊണ്ട്, വൃക്ഷി ഛായ, ഛായ എന്ന് പറഞ്ഞാൽ എന്താ, നിഴൽ, നിഴലിൽ ബൈട്ടുകർ ഇരുന്നു കൊണ്ട്, ഗോംചെ ബേച്ചിനെ വാലെ ഏക്ക് ചോട്ടെ ബാലക് പർ പടി. എന്തോ വിൽക്കുന്ന, ഗോംചെ എന്ന് പറഞ്ഞാൽ എന്തോ പലഹാരം, പലഹാരം എന്തോ വിൽക്കുന്ന, ബേച്ചിനെ വാലെ എന്ന് പറഞ്ഞാൽ എന്താ, വിൽക്കുന്ന, ഏക്ക് ചോട്ടെ ബാലക് ഒരു ചെറിയ കുട്ടിയുടെ മേൽ എൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഉസ്കെ പാസ് മിट्टी के तेल की डिबरी तक नहीं थी. അവൻ്റെ അടുത്ത് എന്തുണ്ടായിരുന്നില്ല, ഉസ്കെ പാസ് അവൻ്റെ അടുത്ത്, മിट्टी के तेल की डिबरी, മിट्टी के तेल की डिबरी എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണ വിളക്ക് പോലും നഹി ഥി ഉണ്ടായിരുന്നില്ല. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് അവൻ കച്ചവടം ചെയ്യുന്നത്. മേനെ ഉസ്കെ സാരേ ഗോംചെ ഖരീദ് ലിയേ, ഞാൻ അവൻ വിൽക്കാൻ വെച്ചിരുന്ന എല്ലാ പൊതിയും എല്ലാ പലഹാരവും ഖരീദ് ലിയേ വാങ്ങിച്ചു. അവർ ഉസെ ഏക് രൂപയാ ദിയ, എന്നിട്ട് അവൻ ഒരു രൂപയും നൽകി. ഈ എട്ട് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലേ, 8 പൊതികൾ ഉണ്ടായിരുന്നു. ആ 8 പൊതിയും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അവൻ 1 രൂപ കൊടുത്തു. അത്രയും പൈസ ആവില്ല, 1 രൂപ വേണ്ട അല്ലേ. മേ ഉസ്കെ സാത്ത് ഗർ പഹുഞ്ച, ഞാൻ അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയി അല്ലേ. മേം ഞാൻ ഉസ്കെ സാത്ത് അവൻ്റെ കൂടെ, ഗർ പഹുഞ്ച വീട്ടിലെത്തി. ബുഡി മാം കി ദയനീ ദശാ ദേഖ് കർ, ആ വൃദ്ധയായ സ്ത്രീയുടെ, വൃദ്ധയായ അമ്മയുടെ, ബുഡി മാം കി വൃദ്ധയായ അമ്മയുടെ ദയനീയമായ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ, പൈസ വാപ്പസ് ലേനെ കാ വിചാർ മേനെ ഛോഡ് ദിയ, പൈസ വാപ്പസ് ലേനെ കാ ബാക്കി പണം തിരിച്ചു വാങ്ങുവാനുള്ള വിചാരം, മേനെ ഛോഡ് ദിയ ഞാൻ ഉപേക്ഷിച്ചു, എനിക്ക് ആ പണം ഇനി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ലേക്കിൻ വേ മുझे മജ്ബൂർ കർത്തേ രഹേ, പക്ഷേ അവർ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. വേ അവർ, മുझे എന്നെ, മജ്ബൂർ കർത്തേ രഹേ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഉസ് മാം ബേട്ടെ കാ പ്യാർ, ആ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹം, സച്ച് മുച്ച് മുझे അച്ഛരജ് മേ ഡാൽ ദിയ, സത്യമായും എന്നെ സ്തബ്ധനാക്കി കളഞ്ഞു, എന്നെ ഷോക്കേറ്റ പോലെ ആക്കി കളഞ്ഞു അല്ലേ. പിന്നെയോ സ്വയം ഭൂക്കി രഹ്കർ, സ്വയം വിശന്നിരുന്നു കൊണ്ട്, അമ്മ സ്വയം വിശന്നിരുന്നു കൊണ്ട്, ബേട്ടേക്കോ ഖിലാനെ മേ വ്യാക്കുൽ ഉസ് മാം സേ അസലി ദുഃഖ് കി പഹചാൻ ഹുയി, തൻ്റെ മകനെ ഭക്ഷിപ്പിക്കുന്ന, തൻ്റെ മകന് ഭക്ഷണം കൊടുക്കുന്ന ആ വ്യാകുലതയുള്ള, അതായത് വളരെ സങ്കടമുള്ള ആ അമ്മയുടെ അസലി ദുഃഖ് കി പഹചാൻ ഹുയി, ആ അമ്മയിലൂടെ എനിക്ക് യഥാർത്ഥ ദുഃഖം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ സാധാരണ നമ്മൾ ഡയറിയിൽ എഴുതുന്ന ഒരു ഫോർമാറ്റ് വാക്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഡയറി പഠിക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡയറി പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.